പേജ് നമ്പർ 48 ആക്ടിവിറ്റിയാണ് അണ്ടർസ്റ്റാൻഡിങ് ദ സ്റ്റോറി. കണ്ടില്ലേ നിങ്ങളോട് അണ്ടർസ്റ്റാൻഡിങ് ദ സ്റ്റോറി. അതിലെ ആക്ടിവിറ്റിയാണ് ഒരു ആക്ടിവിറ്റിയാണ്. 10 ക്വസ്റ്റ്യൻ തരികയാണ്. 1 വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമ്മളോട് അതിൻ്റെ ആൻസർ എഴുതുകയാണ്. അപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യാം. ദ ഫേസ് ഓൺ ദ വാൾ. ഒന്നാമത്തെ ചോദ്യം, ഫേസ് ഓൺ ദ വാൾ ഈസ് റിട്ടൺ ബൈ ഹും? EV ലൂക്കാസ് എന്നാണ്. നമുക്കറിയുന്ന ക്വസ്റ്റ്യനാണ്, അറിയുന്ന ആൻസറാണ്. EV ലൂക്കാസ് ആണ് ഫേസ് ഓൺ ദ വാൾ എന്നുള്ള പാഠം ഇറ്റ് മീൻസ് സ്റ്റോറി എഴുതിയത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടർ ഇൻ ദ ഫേസ് ഓൺ ദ വാൾ? ഇനി അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, ഇതിൽ താഴെ തന്നിരിക്കുന്നതിൽ ആരാണ് ഫേസ് ഓൺ ദ വാൾ എന്ന കഥയിലെ കഥാപാത്രമല്ലാത്തത്? ഡാബ്നെ. ഹീസ് എ ക്യാരക്ടർ, വി നോ ദാറ്റ്. EV ലൂക്കാസ് ഈസ് ഓൾസോ ദ റൈറ്റർ ആൻഡ് ഓൾസോ ദ ക്യാരക്ടർ. EV ലൂക്കാസ് ഇതിലെ റൈറ്ററാണ്, ഒരു ക്യാരക്ടറും കൂടിയാണ്, ഒരു കഥാപാത്രം കൂടിയാണ് EV ലൂക്കാസ് എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് EV ലൂക്കാസ് ക്യാരക്ടർ അല്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഉള്ളതൊരു ജിഗിൻസ് എന്നാണ്. ജിഗിൻസ് എന്നുള്ള ഒരു കഥാപാത്രത്തിൻ്റെ പേര് കഥയിൽ എവിടെയും മെൻഷൻ ചെയ്യുന്നില്ല. സോ ആൻസർ ഈസ് ജിഗിൻസ്. ഹൂ നെറേറ്റ്സ്. മൂന്നാമത്തെ ചോദ്യം, ഹൂ നെറേറ്റ്സ് ദ സ്റ്റോറി? ആരാണ് ഇതിൽ സ്റ്റോറി നെറേറ്റ് ചെയ്യുന്നത്? സ്റ്റാൻറ്റൺ. സ്റ്റാൻറ്റൺ എന്ന് പറഞ്ഞൊരു കഥാപാത്രമേ, ദർ ഇസ് നോട്ട് എ ക്യാരക്ടർ കോൾഡ് സ്റ്റാൻറ്റൺ. അടുത്ത നെക്സ്റ്റ്, ദ ലിറ്റിൽ മാൻ. വി നോ ദാറ്റ്. ലിറ്റിൽ മാൻ ആണ് കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. സോ ആൻസർ ഈസ് ലിറ്റിൽ മാൻ. അടുത്ത നാലാമത്തെ ചോദ്യം, ദ സ്ട്രേഞ്ച് തിങ് വാസ് ദാറ്റ് വൈൽ ദ പാച്ചസ് ഓൺ ദ വാൾ ഗ്രൂ ലാർജർ ആൻഡ് ചേഞ്ച് ദെയർ ഷേപ്പ് ദിസ് നെവർ ഡിഡ്. ഹിയർ ദിസ് റെഫേഴ്സ് ടു. എന്താണ് അവിടെ? ഹിയർ ദിസ് റെഫേഴ്സ് ടു ദിസ് നെവർ ഡിഡ്. ആ പാച്ചസ് ഒരു മുഖമായിട്ട് മാറുന്നു. ഇവിടെ ദിസ് എന്നുള്ളത് എന്താണ് റെഫർ ചെയ്യുന്നത്? ആ ഫേസിനെയാണ്, സ്ട്രേഞ്ച് ഫേസിനെയാണ് അവിടെ ദിസ് റെഫർ ചെയ്യുന്നത്. അഞ്ചാമത്തെ ചോദ്യം, ദ നെറേറ്റർ വെന്റ് ടു ഫുട്ബോൾ മാച്ചസ്, പൊളിറ്റിക്കൽ മീറ്റിംഗ് ആൻഡ് റെയിൽവേ സ്റ്റേഷൻ ഇൻ സെർച്ച് ഓഫ് ഡാഷ്. ദ ഫേസ് ഓൺ ദ വാൾ. ആ ഫേസിനെയാണ് സെർച്ച് ചെയ്യുന്നത്. ഫുട്ബോൾ മാച്ചിലും പൊളിറ്റിക്കൽ മീറ്റിങ്ങിലും റെയിൽവേ സ്റ്റേഷനിലും ഹി വാച്ചസ് ദാറ്റ് ഫേസ്. അഞ്ചാമത്തെ ആൻസർ ദ ഫേസ് ഓൺ ദ വാൾ എന്ന് എഴുതിയാൽ മതി. ആറാമത്തെ ചോദ്യം, ദ നെറേറ്റർ ട്രൈഡ് ടു മീറ്റ് ദ സ്ട്രേഞ്ച് മാൻ വൈൽ ഹി വാസ് ട്രാവലിംഗ് ഇൻ എ ടാക്സി. വേർ വാസ് ദ ട്രാവലിംഗ് ടു? എന്താണ് നെറേറ്റർ ആ ടാക്സിയിലെ ആളെ തിരയുന്നുണ്ട്. അവരെവിടെയാണ് ട്രാവൽ ചെയ്തത്? ചെറിങ് ക്രോസിലേക്ക്. ചെറിങ് ക്രോസ് ആണ് ആൻസർ. എക്സ്ക്യൂസ് മീ, ഐ സ്റ്റാമേർഡ് ബട്ട് ഡു യു മൈൻഡ് ഗിവിങ് മീ യുവർ കാർഡ്? അതൊരു റിക്വസ്റ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഐ ഹാവ് എ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, റിക്വസ്റ്റിൻ്റെ മോഡലാണ് ഈ ഒരു എഴുത്തുള്ളത്. എക്സ്ക്യൂസ് മീ, ഐ സ്റ്റാമേർഡ് മീൻസ് എന്താണ്? സ്റ്റോപ്പ് ടോക്കിംഗ്. സ്റ്റാമേർഡ് എന്ന് വെച്ചാൽ സംസാരിക്കാൻ ഒരു സ്ട്രഗിൾ സംഭവിച്ചു, അതാണ്. ബട്ട് ഡു യു മൈൻഡ് ഗിവിങ് മീ യുവർ കാർഡ്? നിങ്ങളുടെ കാർഡ് തരുമോ? ഗിവിങ് മീ യുവർ കാർഡ് എന്ന് പറയുന്നു. ഐ ഹാവ് എ വെരി ഇമ്പോർട്ടൻറ്റ് റീസൺ ഫോർ വിഷിംഗ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു. അതൊരു റിക്വസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന മോഡൽ. ഹിയർ യു റെഫേഴ്സ് ടു. യു എന്നുള്ളത് ഇവിടെ എന്താണ്? കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു എന്ന് പറയുന്നില്ലേ? റെഫർ ചെയ്യുന്ന ആ ഫേസ് അല്ലേ, ആ സ്ട്രേഞ്ച് ഫേസിനെയാണ്. അവരോടല്ലേ പറയുന്നത് നിങ്ങളെ കാർഡ് തരുമോ എന്നാര്? ലിറ്റിൽ മാൻ പറയുന്ന അവരോടാണ്. അപ്പോൾ സ്ട്രേഞ്ച് ഫേസ് എന്നാണ് ഇവിടെ എൻ്റെ ആൻസർ വരുന്നത്. എൻ്റെ ആൻസർ സ്ട്രേഞ്ച് ഫേസ് ആണ്. അടുത്തത്, ഡു യു മൈൻഡ് ഗിവിങ് മീ യുവർ കാർഡ്? ദ ലാംഗ്വേജ് ഫങ്ഷൻ യൂസ്ഡ് ഹിയർ ഈസ്. ഇവിടെ ഡു യു മൈൻഡ് ഗിവിങ് മീ യുവർ കാർഡ് എന്നുള്ളതിൻ്റെ ലാംഗ്വേജ് ഫങ്ഷൻ അതൊരു റിക്വസ്റ്റ് ആണ്. അപ്പോൾ ബീൻ്റെ ആൻസർ റിക്വസ്റ്റ് എന്നാണ്. അടുത്ത മൂന്നാമത്തത്, ദ ഓതർ മേക്സ് ഇൻട്രപ്ഷൻ വിത്ത് ദ യൂസേജ് എക്സ്ക്യൂസ് മീ. എക്സ്ക്യൂസ് മീ വെച്ചിട്ടാണ് നമ്മളൊരു സ്ട്രേഞ്ച് ആയുള്ള ഒരാളെ കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്നുള്ളത് എക്സ്ക്യൂസ് മീ എന്ന് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. എക്സ്ക്യൂസ് മീ. അങ്ങനെ വാട്ട് ആർ ദ അതർ വേ ഓഫ് മേക്കിംഗ് ഇൻട്രപ്ഷൻ? അപ്പോൾ വേറെ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒരാളായിട്ട് ഇൻട്രാക്ഷൻ ചെയ്യാനുള്ള യൂസേജ് ഓഫ് ലാംഗ്വേജ് ഏതൊക്കെയാണ്? മേക്ക് യുവർ പാർഡൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. അങ്ങനെ ഒരുപാട് റിക്വസ്റ്റ് മോഡലുണ്ട്. പ്ലീസ് ലിസൺ ടു മീ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. അങ്ങനെയുള്ള ഓരോ ഇൻട്രപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്. അടുത്തത്,
ഡി എന്താണെന്ന് വെച്ചാൽ വാട്ട് ഈസ് ഓപ്പോസിറ്റ് ഓഫ് സ്റ്റാമർ. സ്റ്റാമർ എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ടോക്കിംഗ് ഓർ എന്താണ് സഡൻ ബ്രേക്ക് ഓഫ് ടോക്കിംഗ്. സംസാരത്തിൽ ഒരു സ്റ്റോപ്പേജ് വരുന്നതാണ് സ്റ്റാമർ. വിക്ക് എന്നൊക്കെ പറയൂലേ, അതൊക്കെ ഏകദേശം സ്റ്റാമറാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് കണ്ടെത്താനാണ് പറഞ്ഞത്. സ്പീക്ക് ഇൻ എ ലോ വോയിസ് ഓപ്പോസിറ്റ് അല്ല. സ്പീക്ക് ഫ്ലുവൻലി അതാണ് അതിൻ്റെ ഓപ്പോസിറ്റ്. സി ആണ് ഓപ്പോസിറ്റ്. സ്പീക്ക് ഫ്ലുവൻലി ആണ് അതിൻ്റെ ആൻസർ. അടുത്തത് വേർ ഡിഡ് ദ നെറേറ്റർ ഫസ്റ്റ് സീ ദ മാൻ ഇൻ ദ സ്റ്റോറി ദ ഫേസ് ഓൺ ദ വാൾ. നെറേറ്റർ ആദ്യമായിട്ട് ഈ ഫേസിനെ എവിടെയാണ് കാണുന്നത് എന്നുള്ളത്. ഓപ്പോസിറ്റ് സാലോൺ ഡോർ അല്ല, ഓൺ ദ പ്ലാറ്റ്ഫോം അല്ല, ഓൺ ദ ട്രെയിൻ അല്ല, ഇൻ എ ടാക്സി. അതാണ് ആൻസർ. അടുത്തത് വാട്ട് ഈസ് ദ ടെക്നിക് ഓഫ് നെറേഷൻ ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ സ്റ്റോറി. ഈ സ്റ്റോറിയിൽ യൂസ് ചെയ്ത ടെക്നിക് ഓഫ് നെറേഷൻ ഫസ്റ്റ് പേഴ്സൺ നറേഷൻ അല്ലേ, ഐ ലിറ്റിൽ മാൻ അല്ലേ നമുക്ക് പറഞ്ഞു തരുന്നത്. സോ ഞാൻ കണ്ടു എന്ന് വെച്ചിട്ടല്ലേ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ ആണ് നറേഷൻ. ഗിവ് സം ഇൻസ്റ്റാൻസസ് ഓഫ് ദ നെറേറ്റർ കമ്മിങ് ആൻഡ് മേക്കിംഗ് കമൻറ്റ്സ് ഇൻ ദ സ്റ്റോറി. അത് സ്റ്റോറിയിൽ നെറേറ്റർ കൊടുക്കുന്ന കുറേ ഇൻസ്റ്റാൻസസ് ഇവൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാനാണ്. നിങ്ങൾക്ക് പറ്റിയ ഈ 9 ക്വസ്റ്റ്യൻ ആൻസർ നിർബന്ധമായിട്ടും ഇതിൽ ഫില്ല് ചെയ്യണം. ഇത് ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൻസ്, 10ാമത്തത് ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൻസ് എഴുതിയാൽ മതി. അടുത്തത് പേജ് നമ്പർ 49 ഇവിടെ ആക്ടിവിറ്റി 1 എന്ന് കൊടുത്തിട്ട് ലുക്ക് അറ്റ് ദ വേർഡ്സ് ഗിവൺ ഇൻ ദ ടേബിൾ. ഞാൻ പറയാം, ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്ന 5 വാക്കുകളുടെ എന്താണ് മീനിങ് മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാക്കിയാൽ മതി, മീനിങ് മനസ്സിലാക്കിയാൽ മതി. അതിൽ ഒന്നാമത്തെ വേർഡ് ആങ്ഷ്യസ് ആണ്. ആങ്ഷ്യസ് മീൻസ് എന്താണ്? ആങ്സൈറ്റി, നമ്മുടെ ആങ്സൈറ്റി, ജിജ്ഞാസ എന്ന് നമുക്ക് പറയാം. ആങ്ഷ്യസ് എന്ന് വെച്ചാൽ എന്താണ്? ജിജ്ഞാസ. ഇൻഫ്ലുവൻസ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് എ ഡിസീസാണ്, വൈറൽ ഡിസീസ്. ഇൻഫെക്റ്റഡ് എന്താണ്? റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ, നമ്മുടെ റെസ്പിറേറ്ററി ശ്വസന സംബന്ധമായ ഭാഗങ്ങളെ എന്നാണ് ബാധിക്കുന്ന രോഗത്തിനെയാണ് ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത്. നമ്മുടെ COVID-19 ഒരു ഇൻഫ്ലുവൻസയാണ്, നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ ബാധിക്കുന്നതുകൊണ്ട്. ഒക്കറൻസ് മീൻസ് ഇവൻറ്റ്സ് ആണ്, നിമിഷങ്ങൾ. ഹേസ്റ്റിലി എന്ന് വെച്ചാൽ ഹറിഡിലി മീൻസ് എന്താണ്? ധൃതിപ്പെട്ട്. സ്റ്റാമർ എന്ന് വെച്ചാൽ പറഞ്ഞു, നോട്ട് സ്പീക്ക് ഫ്ലുവൻലി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത്രയും വേർഡ്സ് അതിൻ്റെ അർത്ഥങ്ങളും പഠിച്ചു വെക്കണം, ഇവിടെ മെൻഷൻ ചെയ്യണം. എന്നിട്ട് ആക്ടിവിറ്റി 2 നമ്മൾ പോകുമ്പോൾ അവിടെ എന്താ? ആക്ടിവിറ്റി 2 എന്താ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ദ വേർഡ് ഫ്രം ദ ഗ്ലോസറി. മുകളിലത്തെ ഗ്ലോസറിയിലെ വേർഡ് യൂസ് ചെയ്തിട്ടാണ് ഇത് ഫില്ല് ചെയ്യേണ്ടത്. ഷെറിൻ വാസ് എക്സ്ട്രീംലി ഡാഷ് അബൌട്ട് ഹെർ എക്സാം. ഷെറിൻ എന്നുള്ള ആൾ എക്സ്ട്രീംലി തീർച്ചയായിട്ടും ആങ്ഷ്യസ് ആണ് അവിടുത്തെ ആൻസർ. ആങ്ഷ്യസ് ആണ് ആൻസർ. ഇവിടെ മുഴുവനും നിനക്ക് എഴുതാൻ പറ്റൂല. അടുത്ത രണ്ടാമത്തത് ദ പ്രിൻസിപ്പൽ ഡാഷ് മീ ലീവ് ഓഫ് ആബ്സെൻസ്. ഗ്രാൻഡഡ് ആണ് ഇവിടെയുള്ള വേർഡല്ല, ടെക്സ്റ്റിൽ വേറൊരു ഗ്രാൻഡഡ് എന്നുള്ളൊരു വേർഡ് ഉണ്ടായിരുന്നു. ദ പ്രിൻസിപ്പൽ ഗ്രാൻഡഡ് മീ ലീവ് ഓഫ് ആബ്സെൻസ്. ആബ്സെൻ്റായ ലീവ് എനിക്ക് ഗ്രാൻഡഡ് ചെയ്തതെന്ന് വെച്ചാൽ എനിക്കത് അനുവദിച്ചു തന്നു. അടുത്ത മൂന്നാമത്തെ തേർഡ് വൺ, ഐ ഫീൽ ഐ ആക്റ്റഡ് ടു. ഒക്കറൻസ് ആണോ ഹേസ്റ്റിലി ആണ്? ഹേസ്റ്റിലി ആണ്. ഐ ഫീൽ ഐ ആക്റ്റഡ് ടു ഹേസ്റ്റിലി. അടുത്തത് മഞ്ജു ട്രൈഡ് ഡാഷ് ടു ഗെയിൻ കൺട്രോൾ ഓഫ് ഹെർ കാർ. എന്താണ് അവിടെ? മഞ്ജു ട്രൈഡ് ഡാഷ് ടു ഗെയിൻ. എന്താ അവിടെ വരുക? സ്റ്റാമർ ആണോ? ഹേസ്റ്റിലി ആണോ? ഒക്കറൻസ് ആണോ? ഒരു മിനിറ്റ്, അത് ഞാൻ പറഞ്ഞു തരാം. അഞ്ചാമത്തത് ഐ വാസ് ഡാഷ് അബൌട്ട് ദ പീപ്പിൾ ഹു ലിവ്ഡ് നിയർ ദ ഫോറസ്റ്റ്. ഒരു മിനിറ്റ്, നമുക്കിതിൻ്റെ ആൻസർ ഇവിടെ ഉണ്ട്. ഈ വാക്കുകളല്ല ഇവിടെ വരുന്നത്. ആക്ച്വലി ഏതാണ് കറക്റ്റ് വേർഡ് നമുക്ക് നോക്കാമല്ലോ. നമ്മൾ ചിലപ്പോൾ എന്താണ് പറയുന്നത് ഒക്കെ അത് ഇതായിപ്പോവും. അവിടെ ആൻസർ വരുന്ന നാലാമത്തത് മഞ്ജു ട്രൈഡ് ടു വെയിൻ ആണ്. ടു വെയിൻ ആണ് അവിടെ. ഇൻ വെയിൻ, ടു വെയിൻ അല്ല, ഇൻ വെയിൻ ആണ്. ഈ നാലാമത്തതിൻ്റെ ആൻസർ വരുന്നത് ഇൻ വെയിൻ ആണ്. ആൻസർ വരുന്നത് ഇൻ വെയിൻ. അതെന്താണെന്ന് വെച്ചാൽ ഇൻ വെയിൻ എന്ന് വെച്ചാൽ മഞ്ജു ട്രൈഡ് ഇൻ വെയിൻ ടു ഗെയിൻ കൺട്രോൾ ഓഫ്. മഞ്ജു ട്രൈ ചെയ്യുന്നുണ്ട് കാറ് കൺട്രോൾ ചെയ്യാൻ, പക്ഷേ ഇൻ വെയിൻ എന്ന് വെച്ചാൽ സാധിക്കുന്നില്ല, അസാധ്യം.
അടുത്തത് ഐ വാസ് ഡാഷ് അബൌട്ട് ദ പീപ്പിൾ ഹു ലിവ്ഡ് നിയർ ദ ഫോറസ്റ്റ്. അഞ്ചാമത്തത് ക്യൂരിയസ് ആണ് അതിൻ്റെ ആൻസർ. അത് ടെക്സ്റ്റിലുള്ള കൊടുത്തിരിക്കുന്ന ഈ പാഠഭാഗത്തുള്ള 2 വേർഡാണ്, ഇൻവെയിനും ക്യൂരിയസ്. പക്ഷേ മുകളിൽ അതില്ല, നമ്മളെ ഓപ്ഷനിൽ അതില്ല. അതാണ് ഞാൻ ചെക്ക് ചെയ്തത്, ഏതാണ് കറക്റ്റ് എന്ന് അറിയണ്ടേ നമുക്ക്. അതാണ് കറക്റ്റ്. പിന്നെ ആക്ടിവിറ്റി 3 എന്താണെന്ന് വെച്ചാൽ, ഗിവൺ ബിലോ ഇൻ എ സ്റ്റോറി ദാറ്റ് ഡാബ്നെ ഹാപ്പൺ ടു റീഡ് വൺ മൈറ്റ് വിത്ത് ഗൂസ് ബംസ് ഓൾ ഓവർ ബട്ട് വൺ ദാറ്റ് made him laugh out loud in the end. Fill up in the missing word in the story by supplementing words from the help box. Let's find out what was the funny about the appearing scary story. അത് നമുക്ക് വേറെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 3 ഫില്ല് ചെയ്ത്